നമുക്കിന്ന് ഒരു മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനൊരു 9 മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു കറി വേണമല്ലോ. അപ്പോൾ അത് ഞാൻ തക്കാളിയാണ് അതിന് ഉപയോഗിക്കുന്നത്. അതൊരു 10 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഒരു 6 പച്ചമുളക്, വലിയ എരിവില്ലാത്തതാണ് അത്. പിന്നെ ഒരു ചെറു കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 സവോള മീഡിയം ടൈപ്പാണ്, അധികം വലിപ്പമില്ല. പിന്നെ കുറച്ച് വേപ്പില, മല്ലിയില, ഇതാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ പൊടികൾ ഞാൻ ചേർക്കുമ്പോൾ പറയാം. ഇപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞ് വന്നിട്ട് 2 കരണ്ടി വെളിച്ചെണ്ണ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് കാഞ്ഞ് വന്നിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് സവോള എടുത്തിടാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഉള്ളത് എടുത്ത് ചെയ്യാനല്ല തോന്നുക. അപ്പോൾ പറ്റിയൊരു കറിയാണിത്. ഞാനും അത് രാവിലെ ഏറ്റപ്പോൾ നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് ഞാൻ എന്നാൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവോള ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുറച്ച് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഇതൊരു പകുതി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അതൊക്കെ കൂടി നന്നായി ഒന്നുകൂടി സവോള വഴന്ന് വരും. അതിൻ്റെ ഒപ്പം തന്നെ ഇതും വഴന്ന് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ പച്ചമുളകും വേപ്പിലിടും. അത് അതിൻ്റെ ഒപ്പം തന്നെ വഴന്ന് വന്നോട്ടെ. വെളുത്തുള്ളി നന്നായി വെന്ത് വരണം. അതിൻ്റെ ആ പച്ച മണമൊക്കെ പോകണം. അല്ലെങ്കിൽ വെളുത്തുള്ളിയിൽ ഒരു കുത്തിങ്ങനെ നിൽക്കും. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അത് നന്നായി വഴന്ന് വന്നോട്ടെ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് നമുക്ക്. എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഞാനൊക്കെ ജോലിക്ക് പോണ കാലത്ത് ഇതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവാം. പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്, പിള്ളേരൊക്കെ കഴിക്കുകയും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോളൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ തക്കാളി കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് നന്നായി വഴന്ന് വന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞോട്ടെ. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല നമുക്ക്. അത് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല, 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി. ഞാൻ മുളകൊക്കെ ഇതിൽ ചേർത്തുകൊണ്ട് അധികം കുരുമുളകിൻ്റെ ആവശ്യമില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇതിൽ ചേർത്തിട്ടുള്ളതാണ്. പിന്നെ ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടതിന് ശേഷം നന്നായി അതിൽ ഗ്രേവിയൊക്കെ പിടിക്കുന്ന പോലെ അതിൻ്റെ അടിയിൽ നിന്ന് എടുത്ത് ഇളക്കി നന്നായി അടിയിൽ കട്ട പിടിച്ച് നിൽക്കാതെ എല്ലായിടത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ മൂടിയിട്ട് നമുക്ക് വേവിക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. അങ്ങനെ വേവിച്ച് വന്നതാണിത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിലിപ്പോൾ ഞാൻ ചേർത്തു ഒരു 1/4 ടീസ്പൂണ് പഞ്ചസാര ചേർത്തു. അത് ഞാൻ ഓപ്ഷനല്ലാന്നൊന്നും പറയുന്നില്ല, അത് ചേർക്കണം എന്നാണ് ഞാൻ പറയുക. ഇത് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത്. കുറച്ച് ചേർക്കാൻ പാടുള്ളൂ, ഒരു 1/4 ടീസ്പൂണ്. അപ്പോൾ അത് ചേർത്തിട്ട് പിന്നെ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്.
അപ്പോൾ ഇതിൻ്റെ ഒപ്പം എനിക്ക് മുട്ട ഇടാം ഇതിൽ. പക്ഷേ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അത് കൂട്ടില്ല, മുട്ട കൂട്ടാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കണില്ല മാത്രം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മുട്ട ചേർത്ത് നമുക്ക് ഇത് തൊലി കളഞ്ഞ് മുട്ടയിൽ പകുതിയായിട്ട് മുറിച്ചിട്ടേ